ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത വചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിഷയമായി എടുത്തിരിക്കുന്നത് സ്നേഹിക്കേണ്ട വിധം. എന്താണ് സ്നേഹം? എന്താണ് സ്നേഹമായിരിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, അഭിലഷിക്കുക, ആസക്തനായിരിക്കുക, ഭ്രമമുണ്ടായിരിക്കുക, കാമിക്കുക, പ്രേമിക്കുക, അനുരാഗം ജനിക്കുക, വാത്സല്യം കാട്ടുക എന്നതൊക്കെയാണ് എന്താണ് സ്നേഹമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ. സ്നേഹിക്കേണ്ടത് എങ്ങനെ എന്ന് വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്രിസ്തു സ്നേഹിക്കുന്നത് പോലെ. യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന എന്നാണ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന എന്നാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതായത് നിസ്തുലമായ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹമാണ് നാം എപ്പോഴും മറ്റുള്ളവരുമായിട്ട് വർത്തിക്കേണ്ടത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് സ്നേഹിക്കണം എന്നുണ്ട് എങ്കിൽ നാം ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതായത് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അതിന് അർത്ഥമില്ല എന്ന് ഇവിടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ലൂക്കോസ് എവൻഗലിയോസ്ത എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. നീ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ നീ നിന്നെ തന്നെ സ്നേഹിക്കണം. നീ നിന്നെയും ദൈവത്തെയും സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ നിന്റെ കൂട്ടുകാരനെയും ബന്ധുമിത്രാദികളെയും സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിനക്ക് മനസ്സമാധാനം ലഭിക്കുകയുള്ളൂ, ദൈവാനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കപടഭക്തിയില്ലാത്ത സ്നേഹം ആണ് നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കേണ്ടത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനെ പറ്റിക്കൊള്ളുവീൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കപടമില്ലാത്ത സ്നേഹം നമുക്ക് സാധിക്കുമോ? ഇവിടെ പൗലോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നാം ഓരോരുത്തരും അതിന് പ്രകാരം ജീവിക്കേണ്ടതിന് വേണ്ടിയിട്ടാകുന്നു. എന്നാൽ സ്നേഹമില്ലാത്ത ലോകത്താണിപ്പോൾ നാം ജീവിക്കുന്നത്. ആ ലോകത്തിൽ നിന്ന് നമുക്കൊരു വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നാം നമ്മെ തന്നെ സ്നേഹിക്കണം, നമ്മുടെ രക്ഷിതാവിനെ സ്നേഹിക്കണം. നമ്മെയും നമ്മുടെ രക്ഷിതാവിനെയും നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, ബഹുമാനിക്കുന്നുവെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹൃദയപൂർവ്വം അന്യോന്യം സ്നേഹിക്കണമെന്നുള്ളതാണ് 4-ാമത്തെ പോയിന്റ്. ഈ 4-ാമത്തെ പോയിന്റിലെ പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനം 21-ാം വാക്യം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ സത്യം അനുസരിക്കായികയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഊറ്റി സ്നേഹിപ്പീൻ എന്നാണ്. അതായത് എന്നാൽ സത്യം അനുസരിക്കായികയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഊറ്റി സ്നേഹിപ്പീൻ എന്നാണ്. ഇതിൽ കൂടിയ ഒരു ഉപദേശം നമുക്ക് ആവശ്യമുണ്ടോ?
നമ്മൾ ഇതാണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സ്നേഹത്തിൻ്റെ നിർവചനം എന്താണ് എന്ന് പരിശുദ്ധനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം, അതായത് 13 വാക്യമാണ് ഇതിലുള്ളത്. അത് നമ്മൾ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ, അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ നിർവചനം ഇതിൽ പരിശുദ്ധനായ പൗലോസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതിൻ പ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ഈ ലോക ജീവിതം സന്തോഷപ്രദമായി, സഫലമായി, ആത്മീയമായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു ജീവിതം നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒരു നല്ല സ്ഥലം ഒരുക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ നല്ല സൺഡേക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്നു. ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കി. അനേകം ആൾക്കാർ ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയതിന് ശേഷം ഇന്ന് എഴുന്നേൽക്കാതെ പോയിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നതായ ഈ കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ട് അവനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ അവന് സ്തുതി അർപ്പിക്കുകയും സന്തോഷത്തോടുകൂടി അവൻ തന്നിട്ടുള്ളതായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും ആ ഇസ്രായേൽ ജനങ്ങളെ അനുഗ്രഹിച്ചതുപോലെ എപ്പോഴൊക്കെ അവർ ദൈവത്തോട് അടുത്തു ചെന്നു അപ്പോഴൊക്കെയും അവരോടൊപ്പം ആ ദൈവം ഉണ്ടായിരുന്നതുപോലെ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് നല്ലതല്ലാതെ ഒരിക്കലും ദോഷമുണ്ടാകുകയില്ല എന്ന് നമ്മുടെ പിതാക്കന്മാർ അവരുടെ അനുഭവത്തിൽ നിന്ന് നമ്മോട് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് ജീവിക്കുവാൻ വേണ്ടി ഈ അവസരത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.